അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു. പരമപ്രധാനമായ ഒരു വിഷയം, ഒരു മനുഷ്യനെ നരകത്തിന്റെ കുണ്ടിലേക്ക് ആദരിക്കാൻ ഒരുങ്ങുന്ന ആ നിമിഷം. ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോ എന്നെ വെള്ളിയിൽ പരിലസിക്കുന്ന റൂഹുകൾ വിളിച്ചു പറയുന്ന ആ അനുഗ്രഹം കിട്ടാത്ത ഹതഭാഗ്യന്റെ റൂഹ് ഒരൽപ്പം കൂടെ ഒന്ന് ബന്ധിച്ചിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ലൗലാ അൻ അഖറതനി ഇലാ അജലിൻ ഖരീബ് ചോദിച്ചത് ഒരു വർഷത്തെ സമയമല്ല, വളരെ ചുരുങ്ങിയ ഒരു സമയം എനിക്ക് റബ്ബേ ഒന്ന് ബന്ധിച്ചു നൽകിയാൽ ഒരൽപ്പം മതി. അവന്റെ ഒടുവിലത്തെ ആഗ്രഹം അവൻ പറയും സ്വതക്കുകൾ ധാരാളം ചെയ്യും, ധാരാളം നന്മകൾ ചെയ്യും, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ആയിക്കോളാമേ റബ്ബേ, എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ റബ്ബേ, എനിക്ക് നരകമോചനം നൽകണേ റബ്ബേ. അയാൾ വിളിച്ചു പറയുന്നത് എന്റെ കുടുംബത്തോടൊപ്പം ഒരല്പസമയം എന്നല്ല, അത് ദുനിയാവിന്റെ ഒരു കളിയാണ്, ദുനിയാവിന്റെ ഒരു ഓർമ്മയാണ്. പക്ഷേ പരലോകത്തിന്റെ കാഠിന്യതയിലേക്ക്, ആ മഹാകോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ റൂഹ് പിരിഞ്ഞ് ഭയാനകതയുടെ നിമിഷങ്ങൾ കാണുമ്പോൾ തന്നെ അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, പാപമോചനമാണ് എനിക്ക് രക്ഷ, നരകമോചനമാണ് എന്റെ രക്ഷ, ഒരല്പസമയം തന്നാൽ മതി, നരകമോചനത്തിന് പാപമോചനത്തിന് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നത്തെ തറാവീഹിന്റെ പോരിശ നദാ മലകും മിൻ തഹ്തിൽ അർശ് ഇസ്തഖ്ലിസിൽ അമല വഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക്. അല്ലാഹു ഖബൂലക്കുമാറാകട്ടെ. ഇന്നത്തെ തറാവീഹിന്റെ പോരിശ അല്ലാഹുവിന്റെ അർശിന്റെ കീഴെ ഒരു മലക്ക് നിന്ന് വിളിച്ചു പറയും, നമ്മളോട് വിളിച്ചു പറയും, ഇഖ്തഖ്ലിസിൽ അമല, വളരെ ഇഖ്ലാസോടുകൂടെ, നല്ല നിഷ്കളങ്ക ഹൃദയത്തോടെ, ഖാലിസായ ഹൃദയത്തോടെ റബ്ബിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നീ അല്ലാഹുവിനോട് ഇഖ്ലാസോടെ അമലുകൾ ചെയ്തുകൊള്ളൂ. ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക്, നിന്റെ സമസ്ത അപരാധങ്ങളും അല്ലാഹു പുറത്തു നൽകും. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കാനൊരുങ്ങുകയാണ്. അല്ലാഹു നമുക്ക് പാപമോചനം നൽകട്ടെ. ഏറ്റവും പരമപ്രധാനമായ വിഷയം പാപമോചനം കിട്ടൽ തന്നെയാണ്, നരകമോചനം കിട്ടൽ തന്നെയാണ്. ഒരല്പസമയം ഒന്ന് പിന്തിച്ചാൽ പാപമോചനത്തിനുള്ള അമൽ ഞാൻ ചെയ്തു കൊള്ളാം. നോക്കൂ, ഏതൊരു ഇബാദത്ത് എടുത്താലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ഇബാദത്തിലും നരകമോചനമുണ്ട്, പാപമോചനമുണ്ട്. നിസ്കരിക്കണം, പാപമോചനമുണ്ട്, നരകമോചനമുണ്ട്. നോമ്പെടുക്കണം, പാപമോചനമുണ്ട്, നരകമോചനമുണ്ട്. എല്ലാത്തിലും, എല്ലാ ഇബാദത്തിലും നമുക്ക് ആവേശം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ ഉണർത്തുന്നത് നരകമോചനവും പാപമോചനമാണ്. ഇതൊരു മുഅ്മിൻ അനിവാര്യമാണ്. അവന്റെ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഓരോ ആകാശങ്ങൾ കടന്നു പോകുമ്പോഴും ഹിസാബ് എടുക്കും. ഓരോന്ന് കൂട്ടിക്കിഴിച്ച് പരിശോധിച്ച് വ്യക്തമായും അതിൽ നല്ലതുപോലെ നിരൂപണം നടത്തി മാത്രമേ മുകളിലേക്ക് വിടൂ. തെറ്റുകൾ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നരകമോചനമാണ്, പാപമോചനമാണ്. ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, ഒരു വലിയ സവിശേഷത അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ റമളാൻ എന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം നിങ്ങൾക്ക് നൽകിയിട്ട് അതിലൊരു വലിയ സവിശേഷത കൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ലൈലത്തുൽ ഖദ്റിൽ മാത്രമല്ല നരകമോചനം എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് നരകമോചനം, നിങ്ങൾക്ക് അന്ന് പാപമോചനം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധ റമളാനിൽ ഈ അനുഗ്രഹം കിട്ടാൻ എല്ലാ ദിവസവും ഒരു വലിയ പ്രഭാതം മുതൽ പ്രദോഷം വരെ വന്ന് ആ പകലിന്റെ അസ്തമയം, ആ പകൽ അസ്തമിച്ച് സന്ധ്യയോട് കൂട്ടി ഇണചേരുന്ന സമയം, ആ മൂർത്ത നിമിഷം ഒരു നോമ്പുകാരൻ അവന്റെ മുന്നിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് കയ്യിൽ വെച്ച് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട് നോമ്പ് തുറയിലേക്ക് അടുക്കുന്ന സമയം, ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഉ മിനൻ നാർ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് തുറയുടെ ആ സമയം അടുക്കുമ്പോൾ എല്ലാ നോമ്പ് തുറക്കാരനും, നോമ്പ് തുറപ്പിക്കുന്നവനും നോമ്പ് തുറക്കാരനും നരകമോചനമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ മാത്രമല്ല, അത് എല്ലാ രാത്രിയിലുമാണ്. വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഈ വലിയ അനുഗ്രഹം നമുക്കുണ്ട്. നോമ്പ് തുറപ്പിച്ചവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് നോമ്പുകാരുടെ പ്രതിഫലം കിട്ടും. നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരു അല്പം പോലും കുറയുകയുമില്ല. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമളാനിൽ എങ്ങനെ അമൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്? നീ നല്ല ഇഖ്ലാസോടെ, നല്ല ഇഖ്ലാസോടെ അമൽ എടുത്തോളൂ. നല്ല തെളിഞ്ഞ ഹൃദയത്തോടെ. റബ്ബിന്റെ തൃപ്തി മാത്രമേ ഇപ്പോൾ നിങ്ങൾ നോക്കാവൂ.
നിങ്ങളുടെ ഹൃദയത്തിൽ വേറെ ഒരു റിയ എന്ന ലോകമാന്യത എന്ന കടുത്ത വിഷം നിങ്ങളുടെ ഹൃദയത്തിൽ വരാനേ പാടില്ലെന്ന് അള്ളാന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ഓരോ അമലും ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്നലെ തറാവീഹ് കഴിഞ്ഞ് തുടങ്ങിയ കാർപ്പറ്റ് ഇടലാണ് ഒത്തിരി തളർന്നുപോയി പ്രിയപ്പെട്ട സഹോദരൻ. കേൾക്കുമ്പോൾ തന്നെ വിഷമമുണ്ട്. 1 മണിക്കൂർ കണ്ട ഉറങ്ങി. ഒന്ന് കിടന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു റാഹത്തായിട്ട് ഉഷാറാക്കാമായിരുന്നു. പക്ഷെ അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പതാ ഈ സമയം വരെ നല്ല സുന്ദരമായി ഈ പള്ളിയിൽ പല ഭാഗത്തും പല അളവുകളും ഒന്ന് കയറിയും ഇറങ്ങിക്കൊണ്ട് അത്രയും നല്ല സീറ്റിംഗ് ആയി നല്ല ഉറപ്പിച്ച് പശ തേച്ച് ഉറപ്പിച്ച് ഈ തുറക്കി ശക്തമായ കട്ടിയുള്ള തിക്നെസ് ഉള്ള ഈ കാർപ്പറ്റ് എത്രത്തോളം ഹാർഡ് വർക്ക് അവർ ചെയ്യുമെന്ന് അറിയോ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ എളുപ്പമാണ്. മമ്മൂട്ടി ഉസ്താദ് ഇങ്ങനെ പോകുന്ന അമ്മോ ഇതൊരു അത്ഭുതം എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഇതിന്റെ പിന്നിലെ ഈ അധ്വാനം ഇന്നലെ മുതൽ തുടങ്ങിയതാണെന്ന് പറയുമ്പോൾ അതിന്റെ പ്രയാസം ഇത് പോയിട്ട് നല്ലപോലെ ഉറങ്ങണം അവര്. അള്ളാഹുവേ അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചവനെ. പാവങ്ങൾക്ക് വേണ്ടി ഒത്തിരി ദുആ ചെയ്യണം. അള്ളാഹിന്റെ പള്ളിയിൽ മുസ്ലിം ഒരുക്കി കൊടുക്കുന്നവരാണ്. അതിൽ കിട്ടുന്ന അന്നമാണ് അവരുടെ കുടുംബത്തിന്റെ അന്നം. ഇത് കഴിഞ്ഞാൽ 5 ഒരു പള്ളിയിലേക്ക് ഉടനെ തന്നെ പോകേണ്ടതുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവരും ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇതിന്റെ പിന്നിൽ ഓടി നടന്ന എല്ലാവർക്കും, സമ്പത്ത് ചെലവാക്കിയ എല്ലാവർക്കും അള്ളാഹു എല്ലാ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളിയിലേക്കുള്ള സ്വതക്കകളും സംഭാവനകളും ഹദിയകളും ഒക്കെയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഒരു തസ്ബീഹാണെങ്കിൽ പോലും ഇവിടെ പള്ളിയിൽ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഇമാം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നാണ്. അതിന്റെ പ്രതിഫലം നൽകി ഇവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ മുസല്ല ഇനിയുമാണ് 2 നല്ല മഞ്ചുള്ള ഒരേ കളറുള്ള മുസല്ല ഗൾഫിന്റെ മുസല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ നമ്മുടെ കാട്ടിൽ ആ കാട്ടിന്റെ ഭാഗത്ത് നോമ്പുതുറയുടെ സമയമാകുമ്പോൾ കൊച്ചുമക്കളെ മുകളിലേക്ക് പറഞ്ഞു നിർത്തിയിട്ട് ബാങ്കിന്റെ ധ്വനി കേൾക്കുന്നു നോമ്പ് തുറക്കാനെന്ന് കൊതിയോടെ നോക്കാൻ വേണ്ടി കരുതലോടെ നിർത്തുന്നത് പതിവുണ്ടെന്നാണ്. നമ്മുടെ പള്ളിയിലെ ബാങ്കിന്റെ ശബ്ദം അങ്ങോട്ട് എത്തൂല. അപ്പൊ അവിടേക്ക് നല്ലതുപോലെ കൊളാമ്പി സൗകര്യം പള്ളിയിലെ ബാങ്കിന്റെ ധ്വനി കേൾക്കാൻ ഒരു പ്രത്യേക ഒരു ആംപ്ലിഫയർ 250 വാങ്ങേണ്ടതുണ്ട്. ഒരു 6 ആംപ്ലിഫയർ വാങ്ങണം. അതിൽ 6 കോളാമ്പി വാങ്ങണം. അതിന്റെ യൂണിറ്റുകൾ വാങ്ങണം. അതിനൊക്കെ വലിയ ചെലവുണ്ട്. ഇനി അങ്ങനെയുള്ള പ്ലാനുകളൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ കാർപ്പറ്റും പെയിന്റും നമ്മുടെ ചുറ്റിനുമുള്ള ഇന്റർലോക്കും പള്ളി നല്ല മഞ്ചായി റാഹത്തായി നമ്മൾ ഈ കണ്ടതൊക്കെ കുറെ നാൾ കാണാനും കുറെ നാൾ വിവാദത്തിനും അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്ന പ്രവാസികളും നാട്ടിലുള്ളവർ നമ്മുടെ മഹല്ല് നിവാസികൾക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമുക്ക് ഇനി വേണ്ടത് അങ്ങനെ മൈക്ക് സംവിധാനങ്ങളൊക്കെ വേണം. ഇൻഷാ അല്ലാഹ് കഴിയുന്നതിലേക്കുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യണം. അതറിഞ്ഞിട്ട് ആരെങ്കിലും സ്പോൺസർ ഉണ്ടെങ്കിൽ ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ സന്ദേശങ്ങളെല്ലാം അള്ളാഹു സഫലീകരിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമദാനിൽ ഞങ്ങൾക്ക് നോമ്പ് തുറ ഒരുക്കിയ കുടുംബാദികളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ ഓരോ ഭവനങ്ങളിൽ നിന്ന് അവർക്ക് കഴിയുന്ന തുക നോമ്പ് തുറയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഖൈറ് ചൊരിയണേ അല്ലാഹ്. ഈ റമദാൻ മുഴുവൻ മുഅ്മിനീങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അവർക്ക് എല്ലാ നിഅമത്തുകളും വാസിയാക്കി കൊടുക്കണേ അല്ലാഹ്. ശർറു വിപത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നോമ്പുകാരന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. നരകമോചനം നൽകണേ അല്ലാഹ്. പാപമോചനം നൽകണേ അല്ലാഹ്. വിശിഷ്യായി നോമ്പ് നൽകിയ നമ്മുടെ മഹല്ലിലെ മുത്തവല്ലിമാർ ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണേ പടച്ചവനെ. ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാ ശർറുകളിൽ നിന്നും കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മസ്ജിദിനു വേണ്ടി പറയുന്ന വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് നൽകി സ്വീകരിച്ച് അവരുടെ കുടുംബങ്ങളിലെല്ലാം ബറക്കത്ത് അതിന്റെ സബബ് കൊണ്ട് ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാം സമ്പത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ഈ ചെയ്ത സൽക്കർമ്മങ്ങളുടെ എല്ലാം മിസ്ല സവാബ് ഞങ്ങളുടെ പള്ളിയുടെ മയ്യവാടിയിലെ മുഅ്മിനാത്തുകളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണേ റബ്ബേ. അവിടുന്ന് കാവൽ നേടിയ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കി തരണേ റഹ്മാനെ. ബിഹഖി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.